കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഇന്നത്തെ ചിന്തക്കായിട്ട് ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണമേ. ഞാൻ ഇന്ന് ഈ വാക്യം വായിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം 3 സഹോദരന്മാർ എൻ്റെ ഭവനത്തിൽ വന്നിരുന്നു. അവരുമായിട്ട് പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള ഒരു ചർച്ച ഞങ്ങൾ ചെയ്തു. അപ്പോൾ ആ വന്ന 3 പേരും പറഞ്ഞിരിക്കുന്നത് അവർ ത്രിയേക ദൈവവിശ്വാസികളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ദൈവം ഏകനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു ദൈവം ഏകനല്ല, ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഒന്നായി തീരുന്നതാണ് ദൈവം എന്ന് പറയും. അപ്പോൾ